ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ്. dE/dk എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. d²e/dk². ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? d/dk ഓഫ് എന്തുവാ? d/dk ഓഫ് എന്തുവാ? dE/dk എന്ന് എഴുതിക്കൂടെ? നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയതിൽ dE/dk എന്തുവായിരുന്നു? dE/dk എന്ന് പറയുന്നത് h²k/m എന്നല്ലേ? dE/dk എന്ന് പറയുന്നത് h²k/m അല്ലേ? നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് d/dk h²k/m. ഓക്കെ, h²k/m നമ്മൾ എഴുതി. ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. എന്താ വിത്ത് റെസ്പെക്ട് ടു ഇതെല്ലാം k എല്ലാം എടുക്കുന്നത്. ഓക്കെ, k ഇവിടെ എന്തോ d/dk ഓഫ് k എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് d/dk ഓഫ് k എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. d/dk ഓഫ് k എന്താണ്? 1 ആണ്. d²e/dk² എന്ന് പറയുന്നത് h²/m എന്ന് കിട്ടും, ഇല്ലയോ? h²/m എന്ന് കിട്ടും. ഈ h²നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 1/h²d²e/dk² എടുക്കുമ്പോൾ 1/m എന്ന് കിട്ടും, ഇല്ലേ? ഇതാണ് നമ്മളെ ഇക്വേഷൻ. 1/m എന്നോട് കിട്ടും. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. 1/h²d²e/dk² is equal to 1/m. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇതുവരെ മനസ്സിലായല്ലോ? ഒന്നും കൂടെ പ്രോസസ്സ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, അതിൻ്റെ സംഭവം നമ്മൾ കണ്ടുപിടിച്ചു, dE/dk കണ്ടുപിടിച്ചു. അതിനുശേഷം പിൻ്റെ എച്ചിന് താഴോട്ട് ഇറക്കി, പിന് നമ്മൾ mv സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. നമുക്കൊരു സംഭവം ഇൻഫർമേഷൻ കിട്ടി. എന്തുവാ? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് ഓഫ് ദ പാർട്ടിക്കിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്തു? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് d/dk ഓഫ് dE/dk എന്നുള്ള ഫോമിൽ കിട്ടി. അതിൽ നമുക്ക് h² ഇപ്പുറത്തോട്ട് 1/h² ആയിട്ട് ഇറക്കി. അതിനുശേഷം നമുക്ക് എന്താ കിട്ടിയത്? d/dk എന്ന് പറഞ്ഞത് എന്തുവാ? 1 ആണ്. അപ്പോഴത്തേക്കും ബാക്കി വരുന്നത് 1/h², d²e/dk² is equal to 1/m എന്ന് പറഞ്ഞ് വന്നു. ഇതിന് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. ആസ് ഓഫ് നൗ നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എടുത്തപ്പോൾ എന്തുവാ? ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ? 1/m. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു കെ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു കെ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. മനസ്സിലായോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അത് റിലേറ്റഡ് ടു വെലോസിറ്റി ആണെന്ന് മനസ്സിലായി. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/മാസ് ആണ് എന്ന് മനസ്സിലായി. ഇത്രയും നമുക്ക് ഇവിടെ നിന്ന്, ഇതാണ് നമ്മുടെ ടേപ്പ് ആക്സ് ഇതുവരെ ഉള്ളതിൽ. ഓക്കെ, ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ 3 ഒന്നും എടുത്തെഴുതാം. ഓക്കെ, 1/h² d²e/dk² is equal to 1/m. മനസ്സിലായല്ലോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എമ്മിനെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. ഓക്കെ, എമ്മിൻ്റെ ടേംസിൽ, മാസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എന്തുവാ? h² ഓൾ ഡിവൈഡഡ് ബൈ എന്നായിരുന്നു? ഈ സാധനം താഴോട്ട് വരും. അപ്പോൾ d²e/ എന്തുവാ? dk² എന്ന് വരും, ഇല്ലേ? നമ്മളിത് എം തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? h² ഇൻറ്റു h² ബൈ d²e/dk² എന്ന് വരും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. m is equal to h² dk²
ബൈ ഡി സ്ക്വയർ ഇ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി. എം എന്ന് പറയുന്നത് എന്തുവാ? മാസ് ആണ്. എം സ്ക്വയർ എൻ എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് മാസ്. നമ്മളിവിടെ കണ്ടുപിടിച്ച് വന്നത് എന്തുവാ? എം സ്ക്വയർ എൻ ആണ് കണ്ടുപിടിച്ച് വന്നത്. അപ്പൊ കറക്റ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് എന്തുവാ? മാസ് ആണ്. അപ്പോൾ എം സ്റ്റാർ എൻ എന്ന് പറയുന്നത് എന്തുവാ? എഫക്റ്റീവ് മാസ് ആണ്. എം സ്റ്റാർ എൻ എന്നല്ലേ കറക്റ്റ് നൊട്ടേഷൻ. അപ്പൊ എം സ്റ്റാർ എൻ എന്ന് പറയുന്നതാണ് എച്ച് സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ. ഇതെന്തുവാ? ഇതാണ് എഫക്റ്റീവ് മാസ്. ഓക്കെ, ഇതാണ് എഫക്റ്റീവ് മാസ്. ഈ ഇക്വേഷൻ ആണ് എഫക്റ്റീവ് മാസ്. എം സ്റ്റാർ എൻ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ. ഇതാണ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്നും കൂടെ എടുത്ത് എഴുതിയെടുക്കാം. ഈ ഫോർമുലയാണ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് എനർജി ചെയ്തു. അതിലൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഇക്വേഷൻ റിലേറ്റ് ചെയ്താണ് നമ്മൾ എഫക്റ്റീവ് മാസിന്റെ ഇക്വേഷനിൽ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മളത് പറഞ്ഞു. നമ്മൾ ഇന്റെ ഇക്വേഷൻ നമ്മൾ അതുപോലെ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എടുത്തു. നമ്മൾ ഇന്റെ ഡി ഇ ബൈ ഡി ടി ഡി ഇ ബൈ ഡി കെ, അതായത് ഇ വിത്ത് റെസ്പെക്ട് ടു കെ എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. അതിൽ നമുക്ക് എച്ച് സ്ക്വയർ കെ ബൈ എം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. എച്ചിന് താഴോട്ട് കൊണ്ടുപോയി പിന് എം ബി കൊടുത്തു, എം ക്യാൻസൽ ആക്കി വിട്ടു. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലായി? റിലേറ്റഡ് ടു വെലോസിറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിനെ നമ്മൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്തു, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു, അതായത് ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ എടുത്തു. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കെ വരുമ്പോൾ കെയിൻ്റെ കമ്പോണന്റ് എങ്ങനെ പോലും 1 വരും. എച്ച് സ്ക്വയർ ബൈ എം ആണ് ബാക്കി നമുക്ക് വന്നത്. എച്ച് സ്ക്വയറിനെ നമുക്ക് താഴോട്ട് എടുത്തു, ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു. അപ്പോൾ 1 ബൈ എച്ച് സ്ക്വയർ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ എന്ന് വന്നു, ഈക്വൽ ടു 1 ബൈ എം എന്ന് വന്നു. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ കമ്പോണന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ മാസിന് നമ്മൾ നൊട്ടേഷൻ കൊടുത്തു, എം സ്റ്റാർ എന്ന് കൊടുത്തു. നമുക്ക് എഫക്റ്റീവ് മാസിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ആസ് ഓഫ് നൗ നമുക്ക് എഫക്റ്റീവ് മാസിന്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ എനർജിയിൽ എങ്ങനെയായിരിക്കും? നമുക്കൊരു വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിന്റെ കണ്ടക്ഷൻ ബാൻഡിലുള്ള എനർജിയും ഒരു ഹോളിന്റെ വാലൻസ് ബാൻഡിലുള്ള എനർജിയും എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇലക്ട്രോണിന്റെ എനർജി ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഗിവൺ ബൈ ഇ എൻ. ഓക്കെ, ഇലക്ട്രോണാണ് ഇ എൻ ഈക്വൽ ടു ഇ സി. കണ്ടക്ഷൻ ബാൻഡിന്റെ എഡ്ജിനാണ് നമ്മൾ ഇ സി എന്ന് പറയുന്നത്. പ്ലസ് പി സ്ക്വയർ ബൈ 2m സ്റ്റാർ എൻ. ഓക്കെ, ഇതിൽ എം സ്റ്റാർ എൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ? എഫക്റ്റീവ് മാസ്. എം സ്റ്റാർ എൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് മാസ്. പി എന്ന് പറയുന്നത് അറിയാലോ, മൊമെന്റം. ഇ സി എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലുള്ള എനർജിയാണ്. ഇ എൻ എന്ന് പറയുന്നത് എനർജി, ഏത്? ഇലക്ട്രോണിന്റെ എനർജിയാണ്. ഓക്കെ, സിമിലർലി ഇ എച്ച് ഹോളിന്റെ ഈക്വൽ ടു വാലൻസ് ബാൻഡിലുള്ള എനർജി ബാൻഡ്. അപ്പൊ ഇ വി. ഓക്കെ, മൈനസ് ഓർത്ത് വെക്കുക, ഹോൾ ആയിട്ട് നമ്മൾ മൈനസ് ഇട്ട് നോക്കുക. പി സ്ക്വയർ സെയിം തന്നെയാണ്, പി സ്ക്വയർ ബൈ 2. ഹോളിന് പകരം നമ്മൾ എം സ്റ്റാർ എന്നിന്റെ പകരം ഹോൾ ആയതുകൊണ്ട് എം സ്റ്റാർ പി എന്ന് ഇടുന്നു. ഇത് എന്നതാണ്? എഫക്റ്റീവ് മാസ്. ഇത് എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ, ഇത് എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതിയെടുക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എം സ്റ്റാർ എൻ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ. ഇലക്ട്രോണിന്റെ കണ്ടക്ഷൻ ബാൻഡിലുള്ള എനർജിയും ഹോളിന്റെ വാലൻസ് ബാൻഡിലുള്ള എനർജിയും നമ്മളിവിടെ പറയും. അപ്പൊ ഇലക്ട്രോണിന്റെ പറയുമ്പോൾ ഇ എൻ ഇസ് ഈക്വൽ ടു ഇ സി പ്ലസ് പി സ്ക്വയർ ബൈ 2m സ്റ്റാർ എൻ എന്ന് പറയുന്നു. ഹോളിൻ്റെത് ഇ എച്ച് ഇസ് ഈക്വൽ ടു ഇ വി മൈനസ് പി സ്ക്വയർ ബൈ 2m സ്റ്റാർ പി എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് എഫക്റ്റീവ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് എഫക്റ്റീവ് മാസ് ഓഫ് ദ ഹോൾ കിട്ടി. ഇത് നമുക്ക് ടേക്കവേ എടുക്കാം. അതായത് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ഇൻ സി ബി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു പോസിറ്റീവ് എഫക്റ്റീവ് മാസ് ആണ്. ഓക്കെ, പോസിറ്റീവ് എഫക്റ്റീവ് മാസ് ആണ്. അതുപോലെ ഹോൾ എന്തായിരിക്കും? ഹോൾ ഇൻ വാലൻസ് ബാൻഡ് അപ്പം എന്തായിരിക്കും? നെഗറ്റീവ് എഫക്റ്റീവ് ബാൻഡ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് എഫക്റ്റീവ് മാസ്. മനസ്സിലായോ? ഇതാണ് എഫക്റ്റീവ് മാസിന്റെ
ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, നമ്മൾ ഫസ്റ്റ് പാർട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി ആൻഡ് മൊമെന്റ്, അവിടെ നിന്ന് ഇക്വേഷൻ എടുക്കുക, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെക്കുക, ഒരു സൈഡിൽ വെക്കുക, ആ പാർട്ട് അങ്ങ് തീർക്കുക. അടുത്ത പാർട്ട് എഫക്റ്റീവ് മാസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതെടുക്കുക. എഫക്റ്റീവ് മാസിന്റെ അകത്ത് ഇക്വേഷൻസ് എല്ലാം ഒന്നും കൂടെ സൈഡിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കുക. അതിനുശേഷം എമ്മിന് നൊട്ടേഷൻ കൊടുക്കുക, എം സ്റ്റാർ എൻ അഥവാ എം സ്റ്റാർ പി അഥവാ എം സ്റ്റാർ, ആ ഒരു നൊട്ടേഷൻ കൊടുത്ത് ജനറൽ ആയിട്ട് വെക്കുക. ഇന്റെ ഇക്വേഷൻ എഴുതുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എച്ചിനെ താഴോട്ട് കൊണ്ടുപോവുക, വിത്ത് റെസ്പെക്ട് ടു കെ എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത് വെലോസിറ്റി റിലേറ്റഡ് ആണ്, നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ എടുക്കുക. കെന്റെ കമ്പോണന്റ് 1 ആയി പോവും, എച്ച് സ്ക്വയറിനെ താഴോട്ട് കൊണ്ടുവരിക, 1/m എന്ന് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ആണെന്ന് മനസ്സിലാവും. അങ്ങനെ മാസിന്റെ ഒരു ഇതായിട്ട് നമ്മൾ അതങ്ങ് എഴുതുക, എം സ്റ്റാർ എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊടുത്ത് എഴുതുക. അതാണ് കോമൺ ഇക്വേഷൻ, എം സ്റ്റാർ എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊടുത്ത് എഴുതുക. ഇതിവിടെ ഞാൻ എഴുതിക്കുന്നത് എം സ്റ്റാർ എൻ ആണ്, എം സ്റ്റാർ എന്നും എം സ്റ്റാർ പിയും. ഓക്കെ, ഇലക്ട്രോൺ ഉണ്ട്, ഹോൾഡ്. അപ്പൊ നമ്മൾ എഫക്റ്റീവ് മാസ് ഏതിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, എം സ്റ്റാർ എന്ന് പറഞ്ഞ എഴുതുക. അതിനുശേഷം ഇതിന്റെ എനർജി എങ്ങനെയായിരിക്കും, അതായത് ഇലക്ട്രോണിന്റെ കണ്ടക്ഷൻ ബാൻഡിലുള്ള എങ്ങനെയായിരിക്കും, ഹോൾ വാലൻസ് ബാൻഡിൽ എങ്ങനെയായിരിക്കും, അപ്പൊ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ള എഴുതുക. നമ്മൾ മാസ് എഴുതി, അപ്പൊ എനർജി എഴുതുക, ഇ എൻ, ഇലക്ട്രോണിന് ഇ എൻ ഇസ് ഈക്വൽ ടു ഇ സി പ്ലസ് പി സ്ക്വയർ ബൈ 2 എം സ്റ്റാർ എൻ കൊടുക്കുക. ഹോളിൻ്റെത് ഇ എച്ച് ഇസ് ഈക്വൽ ടു ഇ വി മൈനസ് പി സ്ക്വയർ ബൈ 2 എം സ്റ്റാർ പി കൊടുക്കുക. എഫക്റ്റീവ് മാസ് ഓഫ് ദ ഹോൾ, എഫക്റ്റീവ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ എടുക്കുക. ഓക്കെ, എപ്പോഴും ചിന്തിക്കുക എഫക്റ്റീവ് മാസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് എന്നൊരു ഒരു പോസിറ്റീവ് എഫക്റ്റീവ് മാസ് ആയിരിക്കും. എഫക്റ്റീവ് മാസ് വാലൻസ് ബാൻഡിൽ അതായത് ഹോളിന്റെ നെഗറ്റീവ് എഫക്റ്റീവ് മാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിക്. ഇതൊരു ഡെറിവേഷൻ ആണ്. ഇത് ഒറ്റ ഒരു essay ആയിട്ട് നമുക്ക് എഴുതി പഠിക്കുവാണെങ്കിൽ എഫക്റ്റീവ് മാസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും.